നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രേം നസീർ സുഹൃത്ത് സമിതിയും അരീക്കൽ ആയുർവേദ ആശുപത്രിയും ചേർന്ന് നൽകുന്ന മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 6ാമത് പത്ര ദൃശ്യ മാധ്യമ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. ഇന്നലെ രാവിലെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വെച്ചാണ് 6ാമത് പുരസ്കാര രാവ് സംഘടിപ്പിച്ചത്. പ്രിയപ്പെട്ട പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകർക്ക് പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ ഹാർദവമായ സ്വാഗതം. ഞാൻ തെക്കൻ ഷാ ബാദുഷ, പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. പ്രേം നസീർ സുഹൃത്ത് സമിതി അരീക്കൽ ആയുർവേദ വൈദ്യശാലയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 6ാമത് പത്ര ദൃശ്യ മാധ്യമ പുരസ്കാര പ്രഖ്യാപനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ അവാർഡ് കമ്മിറ്റിയുടെ ജൂറി ചെയർമാൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകനും അതുപോലെ തന്നെ സീനിയർ ജേർണലിസ്റ്റിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായ ശ്രീ ശക്തിധരൻ സാർ അവറുകളാണ്. മറ്റേ ജൂറി മെമ്പർമാർ ഒന്ന് ദൂരദർശനിലെ മുൻ ന്യൂസ് അവതാരികയായ മായ ശ്രീമോ മാഡമാണ്. മറ്റൊന്ന് മറ്റ് പത്രപ്രവർത്തകനായ ശ്രീ വിനോദ് വൈശാഖിയാണ്. ഇത് അരീക്കൽ ആയുർവേദ വൈദ്യശാലയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ സ്മിത്ത് കുമാറാണ്. ഇദ്ദേഹമാണ് ഈ പരിപാടിയുടെ മുഖ്യ സ്പോൺസർഷിപ്പ്. പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ ഗോവൻ ശാസ്ത്രമംഗലം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 18 വർഷക്കാലമായി തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന പ്രേം നസീർ സുഹൃത്ത് സമിതിയെക്കുറിച്ച് എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും അറിയാം. കേരളത്തിലെ 11 ജില്ലകളിലും 4 വിദേശ രാജ്യങ്ങളിലും ഇതിൻ്റെ ചാപ്റ്ററുകൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. മലയാളത്തിലെ നിത്യഹരിത നായകനായ പ്രേം നസീർ സാറിൻ്റെ 98ാം ജന്മദിനാഘോഷം ഈ കഴിഞ്ഞ 13ാം തീയതി ബഹുമാനപ്പെട്ട ബംഗാൾ ഗവർണർ CV ആനന്ദ് സാർ ഉദ്ഘാടനം ചെയ്തു. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും സംഘടിപ്പിച്ചു വരുന്നത്. ഇപ്പോൾ 6ാമത്തെ പത്ര ദൃശ്യമാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും അത് നൽകുമ്പോഴും 98ാം ജന്മദിനാഘോഷവേളയും ഇതിനോടൊപ്പം ഞങ്ങൾ നടത്തപ്പെടുകയാണ്. വിവിധ പരിപാടികളാണ്. പത്രങ്ങളിൽ കൂടെ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ നൽകുന്ന എൻട്രി, പത്രങ്ങളിൽ കൂടെ കൊടുത്ത അറിയിപ്പ് അനുസരിച്ച് ഏകദേശം 87ഓളം പത്രങ്ങളിൽ നിന്നും ചാനലിൽ നിന്നുമുള്ള എൻട്രികൾ വരികയുണ്ടായി. വളരെ സുതാര്യമായ രീതിയിൽ തന്നെ മുൻകൊല്ലങ്ങളിൽ ഓരോ ജൂറി കമ്മിറ്റിയും തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ശക്തിധരൻ സാറിൻ്റെ ചെയർമാൻ അധികം നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ ജൂറി കമ്മിറ്റി അവാർഡ് എൻട്രികൾ വിലയിരുത്തുകയും അവയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവയാണ് ഇന്നിവിടെ ജൂറി ചെയർമാൻ പ്രഖ്യാപിക്കുന്നത്. അതിലേക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ശക്തിധരൻ സാറിനെ ഹാർദവമായി ക്ഷണിച്ചു. അരീക്കൽ ആയുർവേദ ആശുപത്രിയും കൂടി സംയുക്തമായിട്ടാണ് ഈ അവാർഡ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കൊടുത്തിട്ടുള്ളത്. അതേ സമ്പ്രദായം തന്നെയാണ് ഈ തവണയും അവലംബിച്ചിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രേം നസീറിൻ്റെ ഈ സുഹൃത്ത് സമിതിയെ സംബന്ധിച്ച് കൂടുതലൊന്നും കാര്യങ്ങൾ പറയേണ്ടതായിട്ടില്ല. ഞാനിവിടെ പത്രപ്രവർത്തകനായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നടത്തിയൊരു പത്രസമ്മേളനം നമ്മുടെ ഈ പ്രസ് ക്ലബ്ബിൽ വെച്ചു. അന്ന് അദ്ദേഹത്തോട് സ്വല്പം ഒരു കുസൃതി തരത്തിൽ ചോദ്യം ചോദിച്ച ഒരാളായിരുന്നു ഞാൻ. അത് പിന്നീട് അദ്ദേഹം മറ്റ് പല അന്നത്തെ മുതിർന്ന പത്ര സുഹൃത്തുക്കളോട് പറഞ്ഞ് ആ പയ്യൻ ഏതാണ്, എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാൻ ചോദിച്ചു, അദ്ദേഹം ഒന്ന് കോൺഗ്രസ് പാർട്ടിയിലൊക്കെയാണ് ചേർന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാണ് ഈ ഗട്ടറിൽ പോയി ചാടുന്നത് എന്ന് മാത്രം ഒന്ന് ചോദിച്ചു പത്രസമ്മേളനത്തിൽ. അത്ര ഉണ്ടായിരുന്നു, വേറെ ഒന്നും പറഞ്ഞില്ല. എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൽ എന്തിനാണ് പോകുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. പുള്ളി അത് വേറെ തരത്തിൽ തെറ്റിദ്ധരിച്ചാണ് അങ്ങനെ അന്ന് സംസാരിച്ചത്. അല്ല, അങ്ങനത്തെ ഒരു അനുഭവം പ്രേം നസീറിനായി ഈ പത്രപ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്കുണ്ടായിട്ടുണ്ട്. അതൊന്നും നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ അവാർഡ് നിശ്ചയിക്കുന്ന കമ്മിറ്റിയുടെ ചെയർമാനായി സുഹൃത്ത് സമിതി എന്നെ തിരഞ്ഞെടുത്തതിൽ എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. തീർച്ചയായിട്ടും പ്രേം നസീറിൻ്റെ പേരിൽ വേണ്ടത്ര ഒരു സ്മാരകമോ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളോ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അത് ഒരുപക്ഷെ ഈ സുഹൃത്ത് സമിതിയുടെ
ഭാവിയിലുള്ള പ്രവർത്തനങ്ങളിൽ അത് ഉൾപ്പെടുത്തിയേക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇത് ഇവിടെ പ്രധാനമായ പ്രശ്നം അതൊന്നുമില്ല. ഈ സുഹൃത്ത് സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അവാർഡ് ദാനം ഇത്ര 6 വർഷമായിട്ട് ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു വിധത്തിലുള്ള പരാതികൾക്കും അതുപോലെ തന്നെയുള്ള മറ്റെന്തെങ്കിലും ആക്ഷേപങ്ങൾക്കും ഒന്നും ഇടയാകാതെ ഇത്രയും വർഷം ഇത് നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭാവിയിലും അതങ്ങനെ തന്നെ നടക്കും. ഇപ്പോൾ അതിൻ്റെ ഒരു നിമിത്തമായി മാറാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക്, ഈ ജൂറി കമ്മിറ്റി അംഗങ്ങൾക്ക്, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ 3 പേരാണുള്ളത്. ഞങ്ങൾക്ക് 3 പേർക്കും അതിൽ അതിയായ സന്തോഷമുണ്ട്. അവർക്ക് പറയാനുള്ളത് അവർ പിന്നീട് പറഞ്ഞോളും എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇതിൻ്റെ ഒരു ഹാൻഡ് ഔട്ട് ആർക്കൊക്കെയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ മുഴുവൻ എൻട്രികളും വലിയൊരു സമിതി പല ഘട്ടങ്ങളിലായിരുന്നു പരിശോധിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലിസ്റ്റ് ഉണ്ടാക്കിയത്. എല്ലാവരും അയച്ചു തന്നിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ്, അല്ലാത്ത ഒരുപാട് പത്രങ്ങളുണ്ട്, പത്രപ്രവർത്തകരുണ്ട്. അവരുടേതായിട്ടുള്ള എൻട്രികളോ അയക്കാത്തത് കൊണ്ട് പരിഗണിക്കാൻ പറ്റാതെ പോയതുകൊണ്ട്, അതുകൊണ്ട് ഇതൊരു പൂർണ്ണമായ അർത്ഥത്തിൽ ഇത് എല്ലാം ശരിയാണ് എന്നല്ല ഞങ്ങളിവിടെ അവകാശപ്പെടുന്നത്. പക്ഷേ ഞങ്ങളുടെ ദൃഷ്ടിയിൽ വന്ന കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അതിവിടെ നിങ്ങൾക്കെല്ലാവർക്കും തന്നിട്ടുള്ളത്. ഞാൻ വായിക്കേണ്ടതുണ്ടെങ്കിൽ വായിക്കാം, ആവശ്യമുണ്ടെങ്കിൽ അത് പറയണം. പ്രേംനസീർ സമിതി അരീക്കൽ ആയുർവേദ ആശുപത്രി 6ാമത് പത്രദൃശ്യമാധ്യമ പുരസ്കാരങ്ങൾ. അച്ചടി മാധ്യമം മികച്ച ന്യൂസ് റിപ്പോർട്ടർ SV രാജേഷ്, ചീഫ് റിപ്പോർട്ടർ മലയാള മനോരമ തിരുവനന്തപുരം. റിപ്പോർട്ട് മനസ്സിൻ്റെ താളം തെറ്റിയവരോടുള്ള അവഗണന. 2 മികച്ച ന്യൂസ് ഫോട്ടോഗ്രാഫർ അരുൺ കൃഷ്ണൻകുട്ടി, ന്യൂസ് ഫോട്ടോഗ്രാഫർ മാതൃഭൂമി പാലക്കാട്. ചിത്രം ഒളിക്കാനൊരിട. 3 മികച്ച അന്വേഷണാത്മക റിപ്പോർട്ട് G അരുൺ, സീനിയർ റിപ്പോർട്ടർ മംഗളം തിരുവനന്തപുരം. റിപ്പോർട്ടുകൾ സംസ്ഥാനത്തേക്ക് അരിവാങ്ങുന്നതിൽ ക്രമക്കേട്, ദേവസ്വം ബോർഡ് കോളേജ് അഴിമതി. അങ്ങനെ നിങ്ങൾ പോരുന്ന ഞാനിതെല്ലാം വായിക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആവശ്യം വായിച്ചത്. പ്രിയമുള്ളവരെ, പ്രാവശ്യം മാധ്യമ മേഖലയിൽ നിന്നും ചാനൽ മേഖലയിൽ നിന്നും സമഗ്ര സംഭാവനയ്ക്കുള്ള 2 പുരസ്കാരങ്ങൾ കഴിഞ്ഞ വർഷവും കൊടുത്തിരുന്നു, ഈ വർഷവും കൊടുക്കുകയാണ്. മാധ്യമത്തിൽ നിന്നും കൊടുക്കുന്നത് സമഗ്ര സംഭാവനയ്ക്കുള്ള ന്യൂസ് ഫോട്ടോഗ്രാഫി പുരസ്കാരം മലയാള മനോരമയുടെ തിരുവനന്തപുരം ബ്യൂറോയിലുള്ള ചീഫ് ഫോട്ടോഗ്രാഫർ റിങ്കുരാജ് മട്ടാഞ്ചേരിയിലേക്കാണ് കൊടുക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫി ജീവിതവും അദ്ദേഹം പകർത്തുന്ന ചിത്രങ്ങളും ഒരുപാട് സംഭാവനകളാണ് മാധ്യമ ലോകത്തിനും അതുപോലെ തന്നെ സമൂഹത്തിനും നൽകിയിട്ടുള്ളത്. റിപ്പോർട്ടർ TVയുടെ കൺസൾട്ടന്റ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാറിനാണ് സമർപ്പിക്കുന്നത്. വാർത്തയുടെ ചടുലത, ഏകോപനം, മുഖം നോക്കാതെയുള്ള വിശകലനങ്ങൾ, അതുപോലെ തന്നെ മാധ്യമരംഗത്ത് അദ്ദേഹം നൽകിയ വിലപ്പെട്ട സേവനങ്ങൾ, ഇവ കണക്കിലെടുത്താണ് ജൂറി കമ്മിറ്റി അരുൺകുമാറിന് ഈ അവാർഡ് സമർപ്പിക്കുന്നത്. മറ്റ് അവാർഡുകൾ: മികച്ച ന്യൂസ് റിപ്പോർട്ടർ SV രാജേഷ്, ചീഫ് റിപ്പോർട്ടർ മലയാള മനോരമ തിരുവനന്തപുരം. റിപ്പോർട്ട് മനസ്സിൻ്റെ താളം തെറ്റിയവരുടെ അവഗണന. മികച്ച ന്യൂസ് ഫോട്ടോഗ്രാഫർ അരുൺ കൃഷ്ണൻകുട്ടി, ന്യൂസ് ഫോട്ടോഗ്രാഫർ മാതൃഭൂമി പാലക്കാട്. ചിത്രം ഒളിക്കാനൊരിട. മികച്ച അന്വേഷണാത്മക റിപ്പോർട്ടർ G അരുൺ, സീനിയർ റിപ്പോർട്ടർ മംഗളം തിരുവനന്തപുരം. റിപ്പോർട്ടുകൾ സംസ്ഥാനത്തേക്ക് അരി വാങ്ങുന്നതിലെ ക്രമക്കേട്, ദേവസ്വം ബോർഡ് കോളേജ് അഴിമതി. മികച്ച നിയമസഭാ അവലോകന റിപ്പോർട്ടർ മിൽജിത് രവീന്ദ്രൻ, സീനിയർ റിപ്പോർട്ടർ ദേശാഭിമാനി തിരുവനന്തപുരം. മികച്ച ക്രൈം റിപ്പോർട്ടർ പ്രദീപ് ഗോപി, സീനിയർ സബ് എഡിറ്റർ ദീപിക കോട്ടയം. റിപ്പോർട്ട് കാണാതാകുന്ന കൺമണികൾ. മികച്ച സ്പെഷ്യൽ സ്റ്റോറി റിപ്പോർട്ടർ അനി വേലപ്പൻ, റിപ്പോർട്ടർ കേരള കൗമുദി തിരുവനന്തപുരം. റിപ്പോർട്ട് അരങ്ങിൽ അന്ന് ആജ്ഞാപിച്ചവർ അന്നത്തിനായി കീഴുന്നു. മികച്ച ഫീച്ചർ റിപ്പോർട്ടർ സീമ മോഹൻലാൽ, സീനിയർ റിപ്പോർട്ടർ രാഷ്ട്രദീപിക കൊച്ചി. റിപ്പോർട്ട് മറയൊരുക്കി മസാജി. മികച്ച ആനുകാലിക വാർത്താ റിപ്പോർട്ടർ ഹരി പെരുങ്കടവിള, റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം. റിപ്പോർട്ട് കുരുന്നുകൾ ഒരുക്കിയത് കുട്ടിക്കളിയില്ല നാടിനും മാതൃക. മികച്ച പ്രാദേശിക റിപ്പോർട്ടർ വിജയദാസ് പൂവാർ, റിപ്പോർട്ടർ കേരള കൗമുദി പൂവാർ ബ്യൂറോ. റിപ്പോർട്ട് തീരത്തിന് തലവേദനയായി ലഹരി. മികച്ച അന്വേഷണാത്മക ഓൺലൈൻ റിപ്പോർട്ടർ AP ജനനൻ, റിപ്പോർട്ടർ സത്യമേവ ന്യൂസ് കൊച്ചി. റിപ്പോർട്ടർ മനുഷ്യാവയവ വിൽപ്പനയ്ക്ക് പിന്നിലെ കാണാപ്പുറങ്ങൾ. മികച്ച പ്രാദേശിക ഓൺലൈൻ റിപ്പോർട്ടർ P മുഹമ്മദ് M, ന്യൂസ് എഡിറ്റർ ദി പീപ്പിൾ ന്യൂസ്. ദൃശ്യമാധ്യമം. മികച്ച ന്യൂസ് ചാനൽ ജനം TV. മികച്ച പ്രൈം റൗണ്ട് അപ്പ് ന്യൂസ് അവതാരകൻ ആഷ്മി താജ് ഇബ്രാഹിം, സീനിയർ ന്യൂസ് എഡിറ്റർ 24 ന്യൂസ് കൊച്ചി. മികച്ച സാമൂഹ്യ പ്രതിബദ്ധത റിപ്പോർട്ടർ ലെസ്ലി ജോൺ, ന്യൂസ് എഡിറ്റർ കൈരളി ന്യൂസ് കൊല്ലം ബ്യൂറോ. റിപ്പോർട്ട് വ്യതിയാനത്തിൻ്റെ തിരമാലകൾ.
മികച്ച അന്വേഷണ റിപ്പോർട്ടർ ആർ റോഷിപാൽ, സീനിയർ ന്യൂസ് എഡിറ്റർ, റിപ്പോർട്ടർ TV തിരുവനന്തപുരം. റിപ്പോർട്ടുകൾ: വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ നിർമ്മാണം, ചെറുകിട സംരംഭങ്ങളുടെ പേരിൽ വായ്പാ തട്ടിപ്പ്. മികച്ച വീഡിയോ എഡിറ്റിംഗ് നിവിൻ കാരിയാട്, സീനിയർ വിഷ്വൽ എഡിറ്റർ, മീഡിയ വൺ TV കോഴിക്കോട്. റിപ്പോർട്ട്: ഗാസയിലെ യുദ്ധവും സാധാരണ മനുഷ്യരുടെ അവസ്ഥയും പോരാട്ടവും പ്രതിപാദിക്കുന്ന പ്രോഗ്രാം. മികച്ച ന്യൂസ് ക്യാമറമാൻ അനൂജ് BJ, ക്യാമറമാൻ ജനം TV തിരുവനന്തപുരം. റിപ്പോർട്ടുകൾ: മാനവീയം സ്റ്റോറി, നൈറ്റ് സെക്യൂരിറ്റി സ്റ്റോറി. മികച്ച ആനുകാലിക ന്യൂസ് റിപ്പോർട്ടർ ലിസ്ന സുനീഷ്, റിപ്പോർട്ടർ ജനം TV കോഴിക്കോട്. റിപ്പോർട്ട്: തെരുവിലെ ചൂരുകൾ, കോഴിക്കോട് നടുത്തുരുത്തി ദ്വീപിലേക്കുള്ള യാത്രാ ദുരിതം. മികച്ച ക്രൈം റിപ്പോർട്ടർ ആർ അരുൺരാജ്, ചീഫ് റിപ്പോർട്ടർ 24 ന്യൂസ് കൊച്ചി. റിപ്പോർട്ടുകൾ: ഓയൂരിലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വഴികളിലൂടെ ഒരു അന്വേഷണം. മികച്ച പ്രാദേശിക വാർത്താധിഷ്ഠിത ക്യാമറമാൻ ഉദയകുമാർ R, ക്യാമറമാൻ SCV ന്യൂസ് തിരുവനന്തപുരം. റിപ്പോർട്ട്: സമാന്തരങ്ങൾ. മികച്ച സാമൂഹ്യ വിശകലന റിപ്പോർട്ടർ വിജിൻ വായാന്തോട്, സീനിയർ റിപ്പോർട്ടർ കൈരളി ന്യൂസ് തിരുവനന്തപുരം. റിപ്പോർട്ട്: കലോത്സവ വേദികളിലെ കുട്ടി ടെക്കിമാർ. മികച്ച വാർത്താ അവതാരിക സുവിത സുകുമാർ, ന്യൂസ് എഡിറ്റർ ജീവൻ TV കൊച്ചി. മികച്ച സ്റ്റോറി എഡിറ്റർ അഭിലാഷ് വീഡിയോ റിപ്പോർട്ടർ TV. റിപ്പോർട്ട്: മോർച്ചറി കുറിയിലെ ലൈബ്രറി. മികച്ച ഓൺലൈൻ ചാനൽ അവതാരകൻ അബ്ദുൽ ജമീഷ്, ചീഫ് എഡിറ്റർ പ്രൈം വിറ്റ്നസ് ചാനൽ. മികച്ച പ്രോഗ്രാം അവതാരകൻ രമേശ് ഗോപാൽ, പ്രോഗ്രാം ഹെഡ് തനിമ മീഡിയ, പ്രോഗ്രാം വിജയധാര. മികച്ച പ്രാദേശിക ചാനൽ മലയാളം ടെലിവിഷൻ മലപ്പുറം. ഇത്രയുമാണ് 2023 അവാർഡുകൾ. 2022 അവാർഡുകൾ കഴിഞ്ഞ ഏപ്രിൽ 16 ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീധരൻപിള്ള സാറാണ് സമർപ്പിച്ചത്. ഈ വർഷത്തെ ഈ പുരസ്കാരം അടുത്ത മാസം അവസാനം തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ വെച്ച് ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ AN ഷംസീറാണ് ഈ അവാർഡുകൾ വിതരണം ചെയ്യുന്നത്. അത് സംബന്ധിച്ചുള്ള ഡേറ്റ്, മറ്റുള്ള കാര്യങ്ങൾ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്നതും അടുത്ത വാർത്താ സമ്മേളനത്തിൽ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇതുവരെ തങ്ങളോട് ചെയ്തിട്ടുള്ള ഒരുപാട് സഹകരണങ്ങൾ ഒരിക്കലും പത്ര ദൃശ്യമാധ്യമ പ്രവർത്തകരിൽ നിന്ന് മറക്കുന്നതല്ല. കാര്യം പ്രേംനസീർ സുഹൃത്ത് സമിതിയാണ് ആദ്യമായിട്ട് എല്ലാ പത്രപ്രവർത്തകരെയും ഒരുമിച്ച് കൊണ്ട് ഒരു അവാർഡ് കൊടുത്തു തുടങ്ങിയത്. അത് ഇതുവരെ വളരെ വിജയകരമായി തന്നെ പോകുന്നുണ്ട്. ഇത് ജൂറി കമ്മിറ്റി എന്ന നിലയിൽ മായ ശ്രീമർമ്മയുടെ വാക്ക് സംസാരിക്കുന്നു. പ്രേംനസീർ സുഹൃത്ത് സമിതി 6ാമത് പത്ര ദൃശ്യ മാധ്യമ പുരസ്കാരങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഒരു വലിയ കാര്യത്തിന് ഇതിൻ്റെ ജൂറിയിൽ ഒരു മെമ്പറാവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിലയിരുത്താൻ കഴിഞ്ഞു. ഞങ്ങളുടെ മുന്നിൽ വന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടും സൂക്ഷ്മതയോടും ഞങ്ങൾക്ക് ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എല്ലാവരും ഇത് ഉൾക്കൊള്ളുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ പരിപാടി സ്പോൺസർ ചെയ്യുന്നത് ഇദ്ദേഹമാണ്, ഡോക്ടർ സ്മിത്ത് കുമാറാണ്. അദ്ദേഹം 2 വാക്ക് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത്. മുൻകാലങ്ങളിലും അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റൽ പ്രേംനസീർ സുഹൃത്ത് സമിതിയായിട്ട് ചേർന്നിട്ട് പല പ്രോഗ്രാമുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ പ്രോഗ്രാമുകളെല്ലാം തന്നെ വിജയമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമും വളരെ വിജയകരമായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഫലകവും പ്രശസ്തി പത്രമാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷവും അതായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഫിലിം അവാർഡ് കൂടെ പ്രഖ്യാപിച്ചപ്പോൾ വളരെ വിജയകരമായാണ് എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തത്. വളരെ സന്തോഷവും അവരോടൊക്കെ നന്ദിയും കടപ്പാടുമുണ്ട്. മറ്റൊരു കാര്യം, നമ്മുടെ ഈ മാധ്യമ അവാർഡിന് പലരും നമ്മളോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങൾ ഈ പത്രങ്ങളിലെല്ലാം, ഓൺലൈനിലും പത്രങ്ങളിലൊക്കെ ഈ വാർത്തകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളിൽ എത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയമാകുമ്പോൾ പലരും നമ്മളൊരു അവാർഡിൻ്റെ കേസ് വിളിച്ചിരുന്നു. പക്ഷേ ഒരിക്കലും നമ്മൾ ഒരു എൻട്രി കൂടിയാണ് ഞങ്ങൾ ഈ പരിഗണിക്കുന്നത്. അപ്പോൾ പലരും നമുക്കൊരു എൻട്രി ഇടാതെ ഒരു അവാർഡ് കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞങ്ങൾ സാധാരണ എല്ലാവരും നടത്തുമ്പോഴല്ല, ഇതിനൊരു നല്ലൊരു ജൂറി കമ്മിറ്റി ഉണ്ട്. മുൻപും അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ചില മാധ്യമ സുഹൃത്തുക്കൾ അതിനോട് ഞങ്ങളോട് സഹകരിക്കണം. ഇനിയും വരും കാലങ്ങളിൽ ഞങ്ങളുടെ ഈ എൻട്രി അയച്ചു തന്നാൽ മാത്രമേ ഈ അവാർഡിനെ പരിഗണിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ അറിയിക്കുകയാണ്. ആ ഒരു കാര്യം അറിയിച്ചുകൊണ്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ഇത്രയും നാൾ നൽകി വരുന്ന ഏറ്റവും വലിയ ഒരു സഹകരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ വിജയം പത്രങ്ങൾ കൂടി മാധ്യമങ്ങൾ ചാനലിൽ നൽകുന്ന ഒരു വിജയമാണ് എന്ന് സൂചിപ്പിക്കുന്നു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എല്ലാവരെയും പരിഗണിക്കാൻ കഴിഞ്ഞില്ല. കാരണം പലരും അയച്ച് തന്നിട്ടില്ല. ഒരുപക്ഷെ ഇവിടെ നമ്മൾ ഇവിടെ കാണുന്നതിനേക്കാൾ നല്ല റിപ്പോർട്ടുകൾ നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടാവും. ഞാനും വായിച്ചിട്ടുണ്ട്.
പക്ഷെ ഇവിടെ അയച്ചു കിട്ടിയതല്ലാതെ ഞങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റില്ല ഓരോ കാര്യത്തിലും. അതുകൊണ്ടാണ് ഇത് ഈ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ഞങ്ങൾ നിർബന്ധിതരായത്. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ പത്രസുഹൃത്തുക്കൾ, മാധ്യമ സുഹൃത്തുക്കൾ അവരെല്ലാവരും അവരുടേതായിട്ടുള്ള സൃഷ്ടികൾ പൊതുജന മധ്യത്തിൽ കുറച്ചുകൂടി അംഗീകാരം കിട്ടത്തക്ക രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവർ മുന്നിട്ടിറങ്ങണം എന്നുള്ളതാണ് ഞങ്ങളൊരു അഭ്യർത്ഥന. ആരും മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള എൻട്രികൾ, അവരുടേതായിട്ടുള്ള സൃഷ്ടികൾ, അവരുടേതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതെല്ലാം അയക്കാനുള്ള സൗകര്യമുണ്ട്. അത് പത്രത്തിൽ ഇവർ പബ്ലിഷ് ചെയ്യാറുണ്ട്. ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ഞങ്ങൾ ക്ഷണിച്ചു കൊള്ളുന്നു. അങ്ങനെ ക്ഷണിക്കാതെ ഇതിനോട് മുഖം തിരിച്ച് നിൽക്കുന്നൊരു മനോഭാവം വളർന്നു വരുന്ന നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവരുത്. അതായത് പത്രമാധ്യമങ്ങളിൽ പ്രവർത്തിയെടുക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാവരുത് എന്നുള്ളൊരു എളിയ അഭ്യർത്ഥനയാണ് എനിക്ക് ചെയർമാൻ എന്നുള്ള നിലയിൽ നിങ്ങളുടെ മുന്നിൽ വെക്കാൻ. നമ്മളെ മുൻകാലങ്ങളിൽ നമ്മുടെ ഇതെല്ലാം നമുക്ക് അയച്ചു തന്ന എൻട്രികളാണ് എല്ലാ മാധ്യമ സുഹൃത്തുക്കളും. കാര്യം പലരും എന്നെ വിളിച്ച് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇങ്ങനെ ഈ അവാർഡ്. അപ്പം ഞാനത് പലപ്പോഴും പറയാറുണ്ട്. നമ്മുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഇത്രയും നമുക്ക് എൻട്രി നമ്മൾ ഇത് തിരഞ്ഞെടുക്കപ്പെട്ടവയാണ്. ഏതാണ്ട് ഒരു 1087 സംഭവങ്ങൾ വന്നിട്ടുണ്ട്, ഒരു കെട്ട് വന്നു. പക്ഷെ നമ്മൾ അതിൽ നിന്നാണ് അത് വളരെ ആധികാരികമായി തന്നെ ശശിധരൻ സാറിനെയും മായ മേഡത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറയുന്നതിൻ്റെ കാര്യമില്ല. അവരാണ് ഇത് കംപ്ലീറ്റ് നോക്കും, അവർ തന്നെ ഇതൊക്കെ സെലക്ട് ചെയ്തെടുക്കുന്നത്. അതാണ് നമ്മുടെ കഴിഞ്ഞ വർഷവും അങ്ങനെയായിരുന്നു, ഈ വർഷവും അതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രിയ മാധ്യമ സുഹൃത്തുക്കളോട് ഒരു അഭ്യർത്ഥന പ്രേംനസീർ സുഹൃദ്സമിതിക്ക് ഇപ്പോഴും പറയാനുള്ളത്, ദയവായി ഇത് എൻട്രി ഇടുമ്പോൾ നിങ്ങൾ അതിന് ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഈ പത്രക്കാരെ ആദരിക്കപ്പെടുക എന്നുള്ളത് പ്രേംനസീർ സുഹൃദ്സമിതിയുടെ ഒരു കടമയാണ്. കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രളയകാലത്ത് ഒരു കയ്യിൽ ക്യാമറയും കൊണ്ട് പുഴയിലൂടെ പോയി പാമ്പ് പോലെ നിന്നിട്ട് അത് വളരെ വിദഗ്ധമായ രീതിയിൽ ചിത്രീകരിച്ച് പുറം ലോകത്ത് പേമാരി കാലത്ത് എത്തിച്ചു കൊടുത്തതാണ് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ. അന്ന് ഇവിടെ ഒരൊറ്റ സംഘടന പോലും പത്രക്കാരെ ആദരിക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല. ഫയർഫോഴ്സിനെ അങ്ങനെ ഒരുപാട് പേരെ ചെയ്തെങ്കിലും, പക്ഷേ ആദ്യമായി 108 പത്രക്കാരെ ഭാരത് ഭവനിൽ വെച്ച് ആദരിച്ചത് പ്രേംനസീർ സുഹൃദ്സമിതിയാണ്. അന്ന് ഗാന്ധി ഭവനുമായിട്ട് സഹകരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ പത്രക്കാരോടും നമ്മളോട് നമുക്ക് വലിയൊരു കടമയും അതിനൊരു ചെയ്തോളൂ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എല്ലാവർക്കും നല്ല വരത്തേണ്ടി എന്ന് ആശംസിക്കുന്നു. നല്ല രീതിയിൽ ഇതൊരു വാർത്ത കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ നന്ദി പ്രകടിപ്പിക്കുവാൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ ഗോവിന്ദ് ശാസ്ത്രി. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ എല്ലാ മാധ്യമങ്ങളും ഞങ്ങളോട് സഹകരിച്ച് ഈ വാർത്തകൾ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി. പ്രേംനസീർ സുഹൃദ് സമിതി നടത്തുന്ന ഈ ഒരു സംരംഭം വളരെ വളരെ ഗംഭീരമാണെന്ന് തന്നെ ഞാൻ പറയട്ടെ. കാരണം ഒത്തിരി വർഷം ഈ ഫീൽഡിൽ നിന്ന ഒരാളാണ്. അന്ന് ഇങ്ങനെ ഒരു സാഹചര്യം എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഇന്നിപ്പോൾ ഇത് നല്ല വ്യക്തികളെ, അതായത് ദൃശ്യ അച്ചടി മാധ്യമ രംഗത്തുള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കാനുള്ള ഈ കമ്മിറ്റിയിൽ ഒരാളായി ഞാൻ മാറിയതിൽ എനിക്ക് അതീവ സന്തോഷമുണ്ട്. തുടർന്നും വരും വർഷങ്ങളിൽ ഈ പ്രോഗ്രാം വളരെ ഗംഭീരമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൊട്ടാരക്കര മീഡിയ എന്ന ചാനലിനും എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. കാരണം ഇങ്ങനെ പറയാനൊരു അവസരം എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം.